പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതിന് കാരണം നഞ്ചങ്കോട് നിലമ്പൂർ പാതയുടെ അഭാവം. ഈ റെയിൽപാത അട്ടിമറിക്കുന്നതിന് പിന്നിലും സ്വകാര്യ ബസ് ലോബിയുടെ സ്വാധീനമുണ്ട്. നിലവിൽ സേലം കോയമ്പത്തൂർ വഴി കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള പാതയിൽ പുതിയ ട്രെയിനുകൾ ഓടിക്കാനാവില്ല. ഒരു ട്രാക്കിൽ 2 ട്രെയിനുകൾ തമ്മിൽ 10 മിനിറ്റിന്റെ ഇടവേളയുണ്ടാകണം എന്നാണ് നിയമം. അതിനാൽ ഒരു ട്രാക്കിൽ മണിക്കൂറിൽ 6 ട്രെയിനുകൾ മാത്രമേ ഓടിക്കാനാവുള്ളൂ. സേലം കോയമ്പത്തൂർ പാത ഉപയോഗപരിധി കഴിഞ്ഞതിനാൽ ഒരു പുതിയ തീവണ്ടിയും കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഓടിക്കാനാവില്ല. അതിനാൽ 100 കണക്കിന് സ്വകാര്യ ബസ്സുകളാണ് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് രാത്രിയാത്ര സർവീസ് നടത്തുന്നത്. നഞ്ചങ്കോട് നിലമ്പൂർ പാത വന്നാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലത്ത് നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രാസമയം 6 മണിക്കൂർ കുറയും. ഇത് തന്നെയാണ് സ്വകാര്യ ബസ് ലോബിയെ അലോസരപ്പെടുത്തുന്നത്. 5 വർഷം കൊണ്ട് നഞ്ചങ്കോട് നിലമ്പൂർ ലിങ്ക് പൂർത്തിയാക്കി കൊച്ചി ബാംഗ്ലൂർ പാത യാഥാർത്ഥ്യമാക്കാം എന്ന് പ്രഖ്യാപിച്ചാണ് ശ്രീധരൻ നഞ്ചങ്കോട് പാതയുടെ DPR ഏറ്റെടുക്കുന്നത്. അന്നു മുതൽ സ്വകാര്യ ബസ് ലോബിയും കളികൾ തുടങ്ങി. അനുവദിച്ച പണം നൽകാതെ ശ്രീധരനെ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റി പാത തന്നെ അട്ടിമറിച്ചു. പകരം കേരള സർക്കാർ നിർദ്ദേശിച്ച തലശ്ശേരി മൈസൂർ പാത ലാഭകരമല്ലാത്തതിനാൽ കേന്ദ്ര അനുമതി ലഭിച്ചതുമില്ല. നഞ്ചങ്കോട് നിലമ്പൂർ പാതയെക്കുറിച്ച് നിയമസഭയിൽ ചോദ്യങ്ങൾ ഉയരുമ്പോഴൊക്കെ മന്ത്രി സുധാകരന് ദേഷ്യം വരികയാണ്. ഈ പാതയ്ക്ക് വേണ്ടി വയനാട്ടുകാർ ചാടിയിട്ട് കാര്യമില്ല എന്നുവരെ മറുപടി പറഞ്ഞു. ടണലിലൂടെ വനത്തിൽ പാത പണിയുന്നതിന് സർവേ നടത്താൻ തടസ്സമില്ല എന്നറിയിച്ച് കർണാടക കത്ത് നൽകിയിട്ടും 1 വർഷം കഴിഞ്ഞു. എന്നിട്ടും കേരള സർക്കാരിന് അനക്കമില്ല. എന്തായാലും മലയാളി യുവാക്കൾക്ക് തല്ലുകൊള്ളാനും ദുരിതയാത്രയും തന്നെ വിധി. കല്ലട ട്രാവൽസിൽ യാത്രക്കാരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ സ്ഥാപനത്തെ തുണച്ച് സംഘപരിവാർ ഗ്രൂപ്പുകളും രംഗത്തെത്തി. കല്ലടയ്ക്കെതിരെയുള്ള പരാതികൾ ഒരു ഹിന്ദുവിന്റെ ബിസിനസ് സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടക്കുന്നതെന്നാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നത്. നവമാധ്യമങ്ങളിലൂടെയാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. സ്ഥാപനത്തിനും ജീവനക്കാർക്കും എതിരെയുള്ള നടപടികളും ഉടമ സുരേഷ് കല്ലടയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമൊക്കെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടരുന്ന ഹൈന്ദവ വിദ്വേഷത്തിന്റെ ഭാഗമാണെന്നാണ് പ്രചാരണം നടക്കുന്നത്. കല്ലടയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ ആസൂത്രിതമാണെന്നും ഭാരതീയ ജനതാ പാർട്ടി എന്ന ഗ്രൂപ്പിലും വാദമുയർന്നിട്ടുണ്ട്. ഹിന്ദുക്കളിൽ സാമ്പത്തികമായി ഉയർന്നു വരുന്നവരെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും ആഹ്വാനങ്ങളുണ്ട്. നെഹ്റു ഗ്രൂപ്പ്, നിറപറ, അറ്റ്ലസ് എന്നിവയ്ക്കെതിരെയും നടന്നതുപോലെയുള്ള ഗൂഢാലോചനയാണിതെന്നും ഹിന്ദു വിരുദ്ധതയാണെന്നും വാദമുണ്ട്. ഇവരെ തകർക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് കല്ലടയെയും തകർക്കാൻ നോക്കുന്നതെന്നാണ് ആരോപണം. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാലറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ദ ന്യൂസ് വാലറ്റ് സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.